ഇപ്പൊ ഈ അന്തം കമ്മികള് പുതിയ ക്യാപ്സ്യൂളായിട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയാ പറഞ്ഞു വെക്കുന്നത്? കല്ലുവച്ച നുണ മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് ഇവറ്റകൾക്കല്ലാതെ ഭൂമി ലോകത്ത് മറ്റൊരാൾക്ക് പറയാൻ കഴിയില്ല കേട്ടാ. ഇങ്ങനെ നുണ പറയുമ്പോ ലേശം ഉളുപ്പ് വേണ്ടേ? ഇല്ലെങ്കിൽ ആ ഉളുപ്പുള്ള നടന്ന വഴിയിലെ കൂടിയെങ്കിലും നടക്കണ്ടേ? എന്ത് കളവാ പറയുന്നത്? ഇപ്പം ക്യാപ്സ്യൂൾ എന്താണെന്നറിയാം നിങ്ങൾ? കഴിഞ്ഞ പ്രാവശ്യോ ഈ മുഖ്യമന്ത്രി ഈ പച്ച വർഗീയത പറഞ്ഞ് നടക്കുന്ന ഈ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി. ആ വിഷയവുമായി ബന്ധപ്പെട്ട് UDFന്റെ പ്രവർത്തകർ മാത്രമല്ല, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പൊതുസമൂഹം അതിനെതിരെ കൃത്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനെ ന്യായീകരിക്കാനും വെള്ള പൂശാനും വേണ്ടിയിട്ട് ഇപ്പം ഉണ്ടാക്കിയ ക്യാപ്സ്യൂള് 90 വയസ്സ് കഴിഞ്ഞ വയോവൃദ്ധനായ ഒരു മനുഷ്യനെ കാറിൽ കയറ്റിയപ്പോൾ പിണറായി വിജയനെ ക്രോശിച്ച UDFും കൊങ്ങികൾക്കും അല്ലെങ്കിൽ മൂരികൾക്കും ഇപ്പം VD സതീശൻ എന്താ പറയാ, തുഷാർ വെള്ളാപ്പള്ളിയെ അങ്ങോട്ട് പോയി പൊന്നര അണിയിച്ചത് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോ നാണം കെട്ട വിവരദോഷികളായ അടിമ കമ്മികളെ ഞാൻ പറയട്ടെ. VD സതീശൻ അങ്ങോട്ട് പോയി കണ്ടതല്ല, VD സതീശന്റെ ഇങ്ങോട്ട് വന്ന് കണ്ടതാ. ആ കാണുന്ന സമയത്ത് പൊന്നടിയല്ല സ്വർണ്ണ തളിക കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. കാരണം VD സതീശൻ കേരളത്തിന്റെ ഓരോ വ്യക്തികളെയും മുഖ്യമന്ത്രിയാ. മനസ്സിലായ? കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിലാണ് വന്നതെങ്കിലും അതിന്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞൊരു മുഖ്യമന്ത്രി സ്ഥാനത്തെ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി. ഇപ്പൊ അദ്ദേഹത്തിന് ആരും വന്ന് കാണാം. മനസ്സിലായ? അല്ലാതെ അങ്ങോട്ട് പോയി കണ്ടതല്ല. നിങ്ങളെ മുഖ്യമന്ത്രി എന്താ ചെയ്തത്? അയാളെ പോയി സ്റ്റേറ്റ് വണ്ടി കയറ്റി എന്നിട്ടൊരു പൊതുയോഗത്തിൽ കൊണ്ടുപോയി അവിടെ നിങ്ങളുടെ മന്ത്രിമാരുടെ ആ മന്ത്രിസഭയുടെ മന്ത്രിമാർ വരിയായി നിന്ന് അല്ലെങ്കിൽ ക്യൂവിൽ നിന്ന് പൊന്നര അണിയിച്ച് അദ്ദേഹത്തെ ഈ പച്ച വർഗീയത നടത്തുന്ന ഈ വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തിയെന്ന് മാത്രവുമല്ല, ആ വേദിയിൽ വെച്ച് കേരളത്തിലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങളെ മുഖത്ത് നോക്കി ഇളിച്ചുകൊണ്ട് ഈ കേരളത്തിലെ അന്നത്തെ മുഖ്യം പിണറായി പറയാ, ഈ പറഞ്ഞത് അതായത് വെള്ളാപ്പള്ളി പുലമ്പി നടക്കുന്നത് സരസ്വതി നാമാവോട്. അദ്ദേഹത്തിന് അത് സരസ്വതി നാമമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിയും വിവരമുള്ളവർക്ക് പച്ച വർഗീയതയായിട്ട് തോന്നിയിട്ടുള്ളൂ ഈ പറഞ്ഞ് നടന്ന ഈ വെള്ളാപ്പള്ളി. മനസ്സിലായ? അപ്പൊ അതാണ്, അത് രണ്ടും മാറ്റമുണ്ട്. നമ്മളൊരു വിഷയത്തെപ്പറ്റി പറയുമ്പോഴോ അല്ലെങ്കിൽ അതിനെ ഒരു ആലങ്കാരികമായിട്ട് കൂട്ടി വെക്കുമ്പോഴോ അതിന്റെ കണ്ടന്റ്, മെറിറ്റ്, സാഹചര്യം, സമയം, സന്ദർഭം, പറഞ്ഞ വാക്കുകൾ ഇതൊക്കെ ആലോചിച്ച് വേണം കൂട്ടിവെക്കാൻ കേട്ടാ. അല്ലാതെ നിങ്ങളിപ്പം VD സതീശന്റെ പിറകെ സൈക്കിൾ എടുത്ത് കൂടൽ തുടങ്ങിയിട്ട് ഇപ്പം അയാൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇങ്ങനെ കൂടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ 5 വർഷം അദ്ദേഹത്തിന് പിറകെ പോകേണ്ടി വരും. അദ്ദേഹം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാ. വർഗീയതയോടൊരു വിട്ടുവീഴ്ച നിലപാട് സ്വീകരിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ VD സതീശൻ. അതെന്തോ ആവട്ടെ, അതിലെന്തോ ഒരു തർക്കവും കേരളത്തിലെ പൊതുസമൂഹത്തിനില്ല കേട്ടാ. അല്ലാതെ നിങ്ങൾ ചെയ്തു വെച്ച RSSന് അവസാനവാടി സ്റ്റേറ്റിലെ മുഴുവനും വർഗീയത ഉണ്ടാക്കി എന്താ പറയുക, താഴെത്തട്ടിലുള്ള സൗഹാർദ്ദമായി ജീവിക്കുന്ന മനുഷ്യരെ 2 തട്ടിലാക്കാൻ ശ്രമിച്ച നിങ്ങളെ കൊള്ളരുതായ്മ, അതിനെ എന്താ പറയുക, ഈക്വാലിറ്റി ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് ഒരു വർഗീയവാദിന്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് തന്റെ ഇടത്തോടെ നിന്ന് ഇലക്ഷൻ ക്യാമ്പയിന് നേരിട്ട് 102 സീറ്റോടുകൂടി അധികാരത്തിലേക്ക് കൊണ്ടുവന്ന നേതാവിനെതിരെ നിങ്ങൾ ഈ കല്ല് വെച്ച നുണ പറയുമ്പോ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുമോ? അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല കേട്ടാ. പിന്നെ മറ്റെന്താ പറഞ്ഞത്? RSSന്റെ താത്വിക ആചാര്യകളെ പോയിട്ട് ഇദ്ദേഹം കണ്ടുപോല. ആരെ കണ്ട്? കർണാടകത്തിലെ ഇലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം ഒരു ക്ഷേത്ര ദർശനത്തിന് പോയിട്ടുണ്ടായിരുന്നു. ആര്? VD സതീശൻ. സ്വാഭാവികമായിട്ടും മംഗലാപുരത്താണ് അത് ഉണ്ടായത്. അപ്പൊ അന്ന് അവിടെ ഒരു വിഷയങ്ങൾ, അതായത് കോൺഗ്രസ് നിന്ന് പുറത്തുപോയ ഹാരിസ് ഖാൻ, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ NDAന്റെ ഘടകകക്ഷിയായ അതായത് JDSന്റെ ചില നേതാക്കന്മാരുമായിട്ട് കണ്ട്. ആ കണ്ടതിനെയാണ് വന്നിട്ട് RSSന്റെ നേതാക്കന്മാർ, NDAയുടെ നേതാക്കന്മാർ, BJPന്റെ നേതാക്കന്മാരുമായി എന്താ രാഷ്ട്രീയ ചർച്ച നടത്തിയത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാപകമായിട്ട് പച്ചക്കളവ് ഇപ്പം പ്രചരിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അതേ പറയുന്ന JDS സംഘപരിവാറുമായിട്ട് സെൻട്രൽ സഖ്യമുണ്ടാക്കി അവിടെ നിൽക്കുമ്പോ കേരളത്തിനകത്ത് ആ വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രിയുണ്ട്, കൃഷ്ണൻകുട്ടി.
അതിനെ പുറത്താക്കാൻ ഇവറ്റകൾക്ക് കഴിഞ്ഞിട്ടില്ല. മനസ്സിലായി? ഇപ്പൊ അടുത്ത കാലത്താണ് ഇപ്പൊ അവര് അത് വേറെ പാർട്ടിയായി മാറിയത്. അപ്പൊ അന്ന് സംഘപരിവാറിന്റെ കൂടെ ഒട്ടി നിൽക്കുന്ന ഘട്ടത്തിൽ ഇവിടെ മന്ത്രിയാക്കി വെച്ച ഇവറ്റകൾ വന്നിട്ടാണ് വി.ഡി. സതീശൻ അവിടെ പോയത്. എന്തിനാണ്? അവര് ദർശനത്തിന് പോയ സമയത്ത് കോൺഗ്രസിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ അദ്ദേഹം പാർട്ടി വിട്ടുപോയി. പിന്നെ അദ്ദേഹത്തിന് കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് കൊണ്ട് ഒരു ചർച്ച ചെയ്യാൻ വേണ്ടി അവിടെ പങ്കെടുക്കുമ്പോൾ JDSന്റെ മറ്റു നേതാക്കന്മാരുണ്ട്. അതിനപ്പുറത്തേക്ക് സംഘപരിവാറിന്റെ ഏത് നേതാവ് അതിനകത്ത് ഉണ്ടായത്? അത് പറ. പിന്നെ പറഞ്ഞ് ഏതോ എന്താണ് അംബാനിന്റെ ഫ്ലൈറ്റിൽ ചാർട്ടേഡ് ചെയ്തിട്ടാ പോയെ. എന്ത് കളവാ പറയുന്നത്? ഇങ്ങനെ കല്ലിൽ വെച്ച നുണ പറയാൻ ഇവറ്റകൾക്കല്ലാണ്ട് വേറെ ആർക്കും കഴിയത്തില്ല. പിന്നെ മറ്റൊരു വിഷയം, എന്താ പറയാ, രമേശ് ചെന്നിത്തലയുമായുള്ള ബന്ധപ്പെട്ടുള്ള വിഷയം. ആ വിഷയത്തിനകത്ത് അങ്ങോട്ട് പോയി കണ്ടത് തെറ്റാ എന്ന് കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മളത് അംഗീകരിക്കുന്നില്ല. ബിന്ദു കൃഷ്ണ കണ്ടതും തെറ്റ് തന്നെയാ. ആരെവിടെ ന്യായീകരിച്ചിട്ടുണ്ടോ? നിങ്ങളെ കൊണ്ട് പറഞ്ഞ പോലെ. നിങ്ങൾ ഇപ്പോഴും ആ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് നിങ്ങളുടെ നേതാവായ പിണറായി വിജയനെ മെഴുകി ന്യായീകരിക്കുകയല്ലേ. ഞങ്ങൾ ആരെങ്കിലും ന്യായീകരിച്ചോ? ഞങ്ങൾ കൃത്യമായിട്ട് അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ നട്ടല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലകളിലും പറഞ്ഞിട്ടുണ്ട്, നാളെകളിലും പറയും. ഒരു തർക്കവും വേണ്ട. ഞങ്ങൾ അടിമ പ്രവർത്തകരല്ല. മനസ്സിലായി? ഞങ്ങളതിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. തെറ്റുകൾ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായി അത് ചൂണ്ടിക്കാനുള്ള റൈറ്റ് ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നേതാക്കന്മാർ എന്താണോ പറയുന്നത് അത് മാത്രം, അതിനപ്പുറത്തേക്ക് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ TP ചന്ദ്രശേഖരന്റെ ഗതിയാകും അല്ലേ? TP ചന്ദ്രശേഖരൻ നിങ്ങൾ 57 വെട്ടി അങ്ങ് മേലോട്ട് പറഞ്ഞതിന്റെ കാരണം എന്താ? അത് പറ നിങ്ങൾ ആദ്യം. അദ്ദേഹം ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്നോ? അല്ലെങ്കിൽ അദ്ദേഹം മറ്റേതെങ്കിലും ഒരു ക്രൈമിനകത്ത് പ്രതിയായിരുന്നോ? ഒന്നുമില്ലല്ലോ. നിങ്ങളെ ആശയത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങളെ ചില നേതാക്കന്മാർ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ മനുഷ്യൻ 57 വെട്ടിക്കൊന്ന നിങ്ങൾ ഞങ്ങൾക്ക് രാഷ്ട്രീയ ക്ലാസ് എടുക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ തുടങ്ങിയതല്ലോ. കോൺഗ്രസിന്റെ ഹിസ്റ്ററിയും ചരിത്രങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കൊന്നുമില്ലെങ്കിൽ ഈ വെറും എന്താ പറയാ, എവിടുന്നോ വിദേശ രാജ്യത്ത് നിന്ന് ഏതോ ഒരുത്തൻ വഴിയിൽ ഉപേക്ഷിച്ചു പോയ കമ്മ്യൂണിസം പൊക്കി നടന്നുകൊണ്ട് ആ വിദേശ രാജ്യത്തുള്ളവരെ നേതാവായി അംഗീകരിക്കുന്ന നിങ്ങളോട് എന്താ പറയേണ്ടത്? സ്വന്തം രാജ്യത്തുള്ള നേതാവിന്റെ ഫോട്ടം പോലെയല്ല ഇവരെ ചെങ്കൊടിക്ക് മേലെയുള്ളത്. ആരെയുള്ളത്? ആരെയാ വെച്ച് ഇവര് പൂജിക്കുന്നത്? അപ്പൊ അങ്ങനത്തെ നിങ്ങളോട് ഞങ്ങൾ എന്ത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതുപോലെ കല്ല് വെച്ച നുണകൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ കൃത്യമായിട്ട് തന്നെ എന്താ പറയാ, ഞങ്ങൾ പ്രതിരോധം തീർക്കും. ഒരു തർക്കവും വേണ്ട കേട്ടാ. അപ്പൊ അതുകൊണ്ട് രമേശ് ചെന്നിത്തലയും ബിന്ദു കൃഷിയും ചെയ്തത് തെറ്റാണ് എന്ന് ഓരോരോ കോൺഗ്രസ് പ്രവർത്തകരും UDFന്റെ പ്രവർത്തകരും ഇന്നലകളിൽ പറഞ്ഞിട്ടുണ്ട്, നാളെകളിലും പറയും, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഞങ്ങൾ ന്യായീകരിക്കത്തില്ല. ഞങ്ങൾ അടിമകളല്ല. ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ ഉണ്ട്, ഞങ്ങൾക്ക് നിലപാടുണ്ട്, ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. അത് എന്തിന്റെ പേരിലാണെന്നറിയോ? ഒരു ഐഡിയോളജിയാണ്, ഒരു പ്രത്യശാസ്ത്ര, അല്ലാതെ വ്യക്തികളല്ല. നിങ്ങൾക്കങ്ങനെയല്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റാന്ന് പറയും, എന്നിട്ട് നിങ്ങളെ നേതാക്കന്മാർ എന്താണോ പറയുന്നത്, എന്താണോ അപ്പിയിട്ട് വെക്കുന്നത് അത് വാലിക്കഴിച്ചോന്നാൽ അത് പോയിട്ട് അങ്ങ് കഴിക്കും. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിസത്തെ പറ്റി അതിനകത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല. ഇനിയിപ്പോ ഈ പരാജയത്തിന് ശേഷം അഭിപ്രായം പറഞ്ഞോ എന്ന് നിങ്ങളുടെ ഓൾ ഇന്ത്യ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞ് വായിലതാ ഉള്ളിലിടുമ്പം തന്നെ ഇവിടെ കൃത്യമായിട്ട് പിണറായി വിജയനെതിരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഓരോരോ ജില്ലാ കമ്മിറ്റിക്കകത്തും വന്നില്ലേ? അതെങ്ങനെയാ? അപ്പൊ അന്നേരം ആ സമയം വരെ നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അത് ഞങ്ങളെ മേക്കിട്ട് കയറണ്ട കേട്ടാ. അതുകൊണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയ സ്റ്റഡി ക്ലാസ് എടുക്കണ്ട. പിന്നെ ഞങ്ങളെ ഭരണം ഞങ്ങൾ 5 വർഷത്തേക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്തതാ. അത് ഞങ്ങളെ ചോയ്സിൽ ഞങ്ങൾ ഭരിക്കും. ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ മുന്നോട്ട് പോകും. മനസ്സിലായ? അതിന് നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട. അതിന് നിങ്ങൾ V.D. സതീശന്റെ പറയിൽ സൈക്കിൾ എടുത്ത് നടന്നിട്ട് ഇതാ V.D. സതീശൻ പ്രധാനമന്ത്രിയെ കൊണ്ട് ഇതാ ഇവരെ ഒരു ഡീലുണ്ട് എന്നൊക്കെ പറയുമ്പോ, എടാ, ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണും, അതിലെന്താ തെറ്റ്? രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ കാണും, അതിലെന്താ തെറ്റ്? വികസനം വേണ്ടേ ഇവിടെ? ഇപ്പം ഈ പറയുന്ന V.D. സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ പ്രൊജക്ടുകൾ കൊണ്ടുവരുന്നുണ്ട്. തുറമുഖ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് വലിയൊരു സമ്പദ്ഘടന ഉണ്ടാക്കാൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രിപ്പയറിംഗ്, അദ്ദേഹത്തിന്റെ വിവരം, അദ്ദേഹത്തിന്റെ നോളജ്, അതൊക്കെ പ്രധാനമന്ത്രിയുടെ സമക്ഷത്തിലേക്ക് സമർപ്പിച്ചപ്പോ പ്രധാനമന്ത്രി എന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇത്ര കഴിവുള്ള, ഇത്ര എന്താ പറയുക, ചിന്താശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയെ പിന്നെ അദ്ദേഹം പ്രശംസിക്കൂലേ?
രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ഉയർത്തുക എന്നതാണല്ലോ ഒരു ഗവൺമെന്റിന്റെ പോളിസി. അല്ലാതെ കിട്ടുന്നിടത്തൊക്കെ നടന്ന് കടം വാങ്ങിച്ചിട്ട് പെൻഷൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയലല്ലോ ഞങ്ങളെ ജോലി. ഞങ്ങൾ ഈ രാജ്യം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? സ്വാതന്ത്ര്യത്തിന് 47 ശേഷം രാജ്യത്തിന്റെ അവസ്ഥ എന്താ? ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ നേതാക്കന്മാർ ശ്രമിക്കുമ്പോൾ അതിനെ തച്ചൊടുക്കാൻ വേണ്ടി കൽക്കത്ത തിത്തീസ് ഉണ്ടാക്കി രാജ്യത്തെ മുഴുവൻ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച പാർട്ടിയാ നിങ്ങൾ. മനസ്സിലായ? രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാ നിങ്ങൾ. അതാ കമ്മ്യൂണിസ്റ്റോ? അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ പറയണ്ട, ഞങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി വരണ്ട VD സതീശനാ കേട്ടാ. RSSന്റെ ചാപ്പയടിക്കാൻ വേണ്ടി വരണ്ട. അത് മനസ്സിലാക്കിക്കോ. ഞങ്ങൾ വികസന മുന്നിക്കാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നടപ്പാക്കാനാ. അതിന് സ്റ്റേറ്റിനകത്ത് രാജ്യത്തിലെ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തും, ആഭ്യന്തരമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തും, ധനകാര്യമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തും. അതൊക്കെ അങ്ങനെ വരുമ്പോൾ അപ്പോൾ RSS ലിങ്കാക്കി കണ്ടോ ഞങ്ങൾ പറഞ്ഞില്ലേ? എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എന്താ ചെയ്തു വെച്ചത്? RSSന്റെ അജണ്ട, ആ നിലപാടുകൾ അങ്ങനെ തന്നെ കേരളത്തിൽ നടപ്പാക്കി കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്തോ? VD സതീശൻ അങ്ങനെ ചെയ്തോ? അത് പറ. നിങ്ങൾ എത്ര നിങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ RSSന്റെ അതേറ്റുള്ളല്ലേ കേസെടുത്തത്? ആ കേസ് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ ഉണ്ടായിരുന്നോ? അപ്പൊ അങ്ങനെ ഓരോരോ വിഷയത്തിലും മുത്തലാഖിന്റെ വിഷയത്തിനകത്ത് നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ? അങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് എന്തുവരെ RSSന് അടിമപ്പെട്ടു എന്ന് പറയാ. അത്തരം ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഏതെങ്കിലും നയപരിപാടി കൊണ്ടുവരുമ്പോ RSSന്റെ അജണ്ട ഞങ്ങൾ നടപ്പാക്കിയോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെ RSSനായി ചാപ്പയടിക്കാൻ നിൽക്കുന്ന VD സതീശന? നിങ്ങൾ PM3യിൽ ഒപ്പിട്ട് വന്നതല്ലേ നിങ്ങൾ അർദ്ധരാത്രി പോയിട്ട്? ഇല്ലേ? അതാണ് RSSന്റെ അജണ്ട നടപ്പാക്കുക. ക്യാമ്പസിനകത്ത് നിങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ RSSന്റെ താത്വിക ആചാര്യനായ ദീനുദാൻ ഉപാധ്യായയുടെ ചരിത്രങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്ന് സെൻട്രൽ ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് ഒരു സർക്കുലർ ഇറക്കിയത് എല്ലാ സ്റ്റേറ്റിനകത്തും പാസ് ചെയ്തപ്പോ BJP ഇതര ഗവൺമെന്റ് ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റിനകത്തും അത്തരം സർക്കുലർ കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇവിടെ ചെയ്തു വെച്ചത് എന്താണെന്നറിയോ നിങ്ങൾ? ഇപ്പം ഇവിടെ മറ്റേ പ്രതാപനെ പരാജയപ്പെടുത്തി വന്ന ആ ഒരു വ്യക്തിയുണ്ടല്ലോ, അന്ന് അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം അത് നടപ്പാക്കാൻ വേണ്ടി കേരളത്തിലെ ക്യാമ്പസിനകത്തേക്ക് ആ സർക്കുലർ എല്ലാവർക്കും അയച്ചു കൊടുത്തു. അത് നടപ്പാക്കാൻ വേണ്ടി, RSSന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി. അവസാനം അത് MSFന്റെയും KSUവിന്റെയും സമരത്തിന്റെ ഭാഗമായിട്ട് വിഡ്രോ ചെയ്യേണ്ടി വന്നതാ. അന്ന് ആ കൊച്ചു പിള്ളേര്, ആ വിദ്യാർത്ഥി യുവജന സംഘടനകൾ സമരം ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് RSSന്റെ താത്വിക ആചാര്യനായ ദീനുദാൻ ഉപാധ്യായന്റെ ചരിത്രം പാഠപുസ്തകത്തിലേക്ക് നിങ്ങൾ ഉൾപ്പെടുത്തുമായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് RSS ഉണ്ടാക്കുക, RSSനെ പഠിപ്പിക്കാൻ വേണ്ടി വരിക അല്ലേ? ഞങ്ങൾ അത്തരം നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞങ്ങൾ കേൾക്കട്ടെ. അല്ലാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ടതിന്റെ പേരിൽ അങ്ങ് RSSുമായിട്ട് ഡീലില്ലേ? ഞങ്ങൾ മുന്നേ പറഞ്ഞത് ആരോട് പറഞ്ഞാ നിങ്ങൾ പറയുന്നത്? എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ജനങ്ങൾ കേട്ടോ? അടപടലം നിങ്ങളെ പൂട്ടിയില്ലേ ജനങ്ങൾ? നിങ്ങൾ പറയുന്ന പച്ചക്കളവായെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടില്ലേ? അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ ഗതികേടിലേക്ക് എത്തിയത് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാനും ഞങ്ങളെ രാഷ്ട്രീയ ക്ലാസ് എടുക്കാനും സൈബർ സഖാക്കളോ ഒരു സഖാക്കളോ ആയിട്ടില്ല കേട്ടാ. ഞങ്ങൾ രാജ്യം ഉണ്ടാക്കിയവരാ. ഞങ്ങളൊരു ഒരു കായ് മരം അവിടെ കുഴിച്ചിട്ട് അതിനെ വളർത്തിയിട്ട് അതിൽ നിന്ന് കായ് ഫലം പിന്നെ ഭക്ഷിക്കുന്നവരാ ഞങ്ങൾ. അല്ലാതെ മറ്റൊരുത്തൻ ഉണ്ടാക്കിയ മുതലിൽ പോയിട്ട് ഞങ്ങളുടെ അടുത്ത് ഭക്ഷിക്കുന്നവരല്ല ഞങ്ങൾ. മനസ്സിലായ? അത്രയും പാരമ്പര്യമുള്ള ഒരു പാർട്ടിന്റെ ഒരു നേതാവാ. മനസ്സിലായ? എന്നാൽ പച്ച കളവങ്ങ് എന്തൊക്കെ കളവുകളാ, എന്തൊക്കെ ഉണ്ടാക്കി നോക്കി. രാഷ്ട്രീയത്തിനകത്ത്, രാഷ്ട്രീയ ചാണക്യ തന്ത്രത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഈ VD സതീശന്റെ 7 അരികത്തെത്താൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരും വളർന്നിട്ടില്ല. മനസ്സിലായ? ഒരു നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു മുഖ്യമന്ത്രി എന്റെ ഓർമ്മയിൽ ഏത് ഭാഷ കൈകാര്യം, ഇംഗ്ലീഷായാലും അങ്ങനെ കൈകാര്യം ചെയ്യും, മലയാളമാണെങ്കിൽ അച്ചടി ഭാഷയിൽ കൈകാര്യം ചെയ്യും. പിന്നെ സ്റ്റേറ്റിന്റെ വികസനത്തിന് നല്ല ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാട്, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു കാഴ്ചപ്പാട്, വിദേശ രാജ്യങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അവിടത്തേക്ക് പോവാതെ ഞങ്ങളുടെ സ്റ്റേറ്റിനകത്ത് തന്നെ ഞങ്ങളെ റവന്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി, റവന്യൂ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റേറ്റിനകത്ത് തന്നെ അത്തരം കോഴ്സുകളും കോളേജും ക്യാമ്പസും ഉണ്ടാക്കും എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഇത്ര ദീർഘവീക്ഷണത്തോട് പോകുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ പച്ച കളവ് പറഞ്ഞ
എന്നിട്ട് ഇവറ്റകൾ പറയും ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം വികസനത്തിന്റെ പെരുമഴിയായില്ലെങ്കിൽ എന്ത് വികസനമാണോ കൊണ്ടുവന്നത് അതൊന്ന് നിങ്ങൾ പറ. ഒരു സർക്കാരിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പറ, കേൾക്കട്ടെ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ തുറമുഖ വികസിപ്പിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി, സ്റ്റേറ്റിന്റെ സമ്പദ്ഘടന വർദ്ധിപ്പിക്കാൻ വേണ്ടി ചർച്ച ചെയ്തതാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അതാ നിങ്ങൾ RSSന്റെ ആപ്പ കുത്തുന്നത്. അല്ലാതെ നിങ്ങളുടെ വികസന കാഴ്ചപ്പാട് എന്താണെന്നറിയോ? ഞങ്ങളെ സ്ഥായിയായിട്ടുണ്ടാകുന്ന ഏതെങ്കിലും മെഡിക്കൽ കോളേജിനകത്തോ അവിടെ പോയി പെയിന്റ് അടിക്കുക, എന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിലെ എന്താ പറയാ റീവർക്ക് ചെയ്യുക, പേച്ച് വർക്കായ റോഡ് അത് റീടാർ ചെയ്യുക, എന്നിട്ട് പറയും ഇതാ വികസനം, ഇതാ റോഡ് നോക്കൂ, ഇതാ മെഡിക്കൽ കോളേജ് നോക്കി. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം കേരളത്തിൽ ഈ 10 വർഷം കൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടോ? എന്നാൽ അതിന് മുമ്പ് ഞങ്ങൾ 14 മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ, ഓരോ ജില്ലക്കും. അത് ചില പിന്നീട് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ചില ഘട്ടങ്ങളിൽ പണി സ്തംഭിച്ചു പോയിട്ട് അത് നിങ്ങൾ എന്താ പറയാ പുനരാരംഭിച്ചിട്ടുമില്ല നിങ്ങൾ. അപ്പൊ വികസനം എന്ന് പറഞ്ഞാൽ എന്താ? അത് പറയാതെ ഒരു ഗവൺമെന്റ് ഫോം ചെയ്താല് ആ ഗവൺമെന്റിന്റെ ഐഡിയോളജിയിൽ ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് കൊണ്ടുവരിക, ഒരു പൊതുമേഖലാ സ്ഥാപനം കൊണ്ടുവരിക, അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന മറ്റേതെങ്കിലും ഒരു പുതിയ പദ്ധതി കൊണ്ടുവരിക. അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കേരളത്തിൽ വികസനം ഉണ്ടായിട്ടുണ്ട്, പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. അല്ലാതെ ഏതെങ്കിലും പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ബിൽഡിങ്ങിന് പോയിട്ട് പെയിന്റ് അടിച്ചിട്ട് ഇതാ ഇത് വികസനമാണ്, ഇപ്പൊ കോളേജ് നോക്കൂ, അവിടെ നോക്കൂ, സ്കൂൾ നോക്കൂ എന്ന് പറയല്ല വേണ്ട. അതൊക്കെ ഏത് ഗവൺമെന്റ് മാറി വരുമ്പോഴും സ്വാഭാവികമായിട്ട് അതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് ഉണ്ടാക്കണം, അത് അതിന്റെ വഴിക്ക് നടക്കും. അത് ഏത് ഗവൺമെന്റ് വന്നാലും. കൊല്ലങ്ങൾ കഴിയുന്നവരെ പഴകുമ്പോ സാധനങ്ങൾ വറക്കും. ഞങ്ങളിപ്പോ ഒരു ഡ്രസ്സ് എടുത്ത് ഇത് പഴയാകുമ്പോൾ ഞാനങ്ങ് കളയും, അടുത്ത മേടിക്കും. അപ്പൊ എന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ വരെ ഡ്രസ്സ് ഇട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ എന്നതുപോലെ ഇവിടെ വികസനം എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങൾ കാണിച്ചു തരും. ഇനി ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വല്ലാർപാലം ടെർമിനൽ, കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാ അല്ലേ? ഞങ്ങൾ അവിടെ എന്നിട്ട് നിങ്ങൾ അതിനെതിരെയും പച്ചക്കളവ് പറഞ്ഞു നടന്നിട്ടുണ്ട്. അന്ന് എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. റൺവേന്റെ പറക്കലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ റൺവേയുടെ എന്താ പറയേണ്ട ഒരു ഉദ്ഘാടനം ചെയ്തതാ റൺവേന്റെ. അപ്പൊ അതിനെ നിങ്ങൾ പറഞ്ഞ് എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പച്ചക്കളവ് ഉണ്ടാക്കി. പക്ഷെ അവിടെയും 520 കോടി രൂപ യുദ്ധകാല അടിസ്ഥാനത്തിൽ അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലഘട്ടം അത് പാസ്സാക്കിയിട്ടാണ് ആ പണിയൊക്കെ പുരോഗമിപ്പിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. അതിവേഗം ബഹുദൂരം എന്നുള്ള ഒരു മുദ്രാവാക്യായിരുന്നു ഞങ്ങളെ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ ഞങ്ങൾ 80% പണി തീർത്തതാ. കൊച്ചി മെട്രോന്റെ 95% പണി ഞങ്ങൾ തീർത്തിട്ടുണ്ട് അന്നത്തെ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി സാറിന്റെ. 5% പെയിന്റ് അടിയായിരുന്നു. ആ 4 തൂണിലെ പെയിന്റും അടിച്ച് രാജ്യത്തിന്റെ സംഘപരിവാറിന്റെ പ്രധാനമന്ത്രിയെ കട്ടക്ക് വൈറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ടൈം നോക്കിയിട്ടാണ് നിങ്ങൾ അത് ഉദ്ഘാടനം ചെയ്തത്. ഉളുപ്പില്ലാതെ സംഘപരിവാറിനെ അടിമപ്പെട്ടിട്ട്. എന്നാൽ അതേസമയം അന്ന് കർണാടകത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ടൈമില്ല എന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രപതിനെ കൊണ്ടുവന്ന് അവർ ഉദ്ഘാടനം ചെയ്തു. അന്ന് പ്രണബ് മുഖർജി ആയിരുന്നു രാഷ്ട്രപതി. നിങ്ങൾ അത് ചെയ്തില്ല. നിങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ സംഘപരിവാറിന്റെ സമയം കാത്തു നിന്ന്. എന്നിട്ട് അന്നോ അത് ഉണ്ടാക്കിയ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ മാറ്റി നിർത്തി. എന്നിട്ട് സംഘപരിവാറിന്റെ അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡന്റായ കുമ്മനം രാജശേഖരൻ അടക്കം അതിനകത്ത് കയറ്റി ഇരുത്തി അല്ലേ? അപ്പൊ ആരാ സംഘപരിവാറിന് കീഴ്പ്പെടുന്നത്? ഞങ്ങളാണോ നിങ്ങളാണോ? ഇതൊക്കെ ജനം നോക്കി കാണുന്നില്ലേ? ഇതൊക്കെ ജനം കണ്ടില്ലേ? അങ്ങനെ RSSനെ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവിധത്തിലും സഹായം ചെയ്ത നിങ്ങൾ ഞങ്ങൾക്ക് RSS ഉണ്ടാക്കുക അല്ലേ? അങ്ങന്നിട്ട് ഉളുപ്പില്ലാതെ ഇപ്പം പറയാ കണ്ടോ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായില്ല. എന്ത് മനസ്സിലായില്ലേ? ആനോട്ട മനസ്സിലായില്ലേ? എന്നാ നിങ്ങളെ വെറുത്ത് അങ്ങേറ്റം വെറുത്തതിന്റെ പേരിലാണ് നിങ്ങളെ ഇക്കൊലത്തിൽ പരാജയപ്പെടുത്തിയത്. മനസ്സിലായ? നിങ്ങൾ ഇപ്പോഴും ഈ പൊട്ടം കെട്ട തവളകളാ, കുറെ സൈബർ സഖാക്കള് ഇപ്പോഴും കരച്ചലാ. പക്ഷെ ജനങ്ങൾ ഇപ്പോഴും പറയുന്നത് അത് പോയി കിട്ടി രക്ഷപ്പെട്ട് സമാധാനത്തിലും ജീവിക്കാലോ എന്നാ പറയുന്നത്. എന്നിട്ട് പറയും പെൻഷൻ ഇപ്പൊ മുടങ്ങി. എവിടെയാണോ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്? പെൻഷനൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പെൻഷൻ ഞങ്ങളുടെ കുടുംബത്തിലും കിട്ടുന്നുണ്ട്. ഒരു ലൈറ്റും ആയില്ല. പിന്നെ CPM ഭരിക്കുന്ന ഏതോ സഹകരണ സ്ഥാപനത്തിനകത്ത് മനഃപൂർവ്വം നിങ്ങൾ ഡിലേ ചെയ്തിട്ടുണ്ട്.
അതാണല്ലോ നിങ്ങളെ പരിപാടി. വികസനത്തെ തച്ചൊടുക്കുക, ഇതുപോലെ ജനങ്ങൾക്ക് കിട്ടേണ്ടത് ഇല്ലാണ്ടാക്കുക. അത് അങ്ങനെയാണല്ലോ ചെയ്തത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന കാരുണ്യ ബലവൻസ് പദ്ധതി പോലും ഈ നാണം കെട്ട ഗവൺമെന്റ് വന്നപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കണം നിങ്ങൾ. ഇവറ്റകളെ ഇരട്ടത്താപ്പ് ഉണ്ടാക്കിയില്ലേ നിങ്ങൾ? എന്നിട്ട് പറയും പെൻഷൻ മുടങ്ങിയില്ല. എന്ത് പെൻഷൻ മുടങ്ങി? ഒരു മുടങ്ങിയിട്ടില്ല. കൃത്യമായിട്ട് ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ജനങ്ങൾക്ക് കൊടുക്കാൻ തന്നെ ഞങ്ങൾ പറയുകയും ചെയ്തത്. അത് കൊടുത്തിരിക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട കേട്ടാ. നാടായ നാട് മുഴുവൻ നടന്ന് കടയെടുത്ത്, എന്നിട്ട് ഈ പെൻഷന്റെ പേരും പറഞ്ഞിട്ട് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ച് 2 രൂപ ചെസ് കൂട്ടി സ്റ്റേറ്റിന് രാജ്യത്ത് ഒരു സ്ഥലത്തും കൂട്ടാത്ത ഘട്ടത്തിൽ. എന്നിട്ട് അതിന് മുടന്ന ന്യായം പറഞ്ഞ പെൻഷൻ കൊക്കുന്നില്ലേ ജനങ്ങളെ കീശയിലെ പോക്കറ്റ് അടിച്ചിട്ട്. എന്നിട്ട് ഇപ്പം പിന്നെ ഈ കഴിഞ്ഞ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പെട്രോളിന് വില പൊന്തുമ്പോ ഇപ്പം പറയാം കേരളത്തിന് കിട്ടേണ്ട സബ്സിഡി വേണ്ടെന്ന് വെക്കണം ഗവൺമെന്റ്. പറയാൻ ഉളുപ്പ് വേണ്ടേ? ഉളുപ്പ്. നല്ല സമയത്ത് നിങ്ങൾ എത്ര പ്രാവശ്യം ഗവൺമെന്റ് ഇതുപോലെ അധിക നികുതി വേണ്ട എന്ന് വെച്ചിട്ട് ജനങ്ങൾക്ക് സബ്സിഡി കൊടുത്തു?